നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മയക്കുമരുന്ന് NDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ തലവനുമായ മുഹമ്മദ് ഹുസൈനെ സംരക്ഷിക്കുന്ന UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ പൊതുയോഗം DYFI ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ KD യദു നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KK രാംദാസ്, വൈസ് പ്രസിഡന്റ് PD ദീപക്, നിർവാഹക സമിതി അംഗം വിൻസി ജോജി എന്നിവർ നേതൃത്വം നൽകി. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്, DYFI സിന്ദാബാദ്. നാട്ടുകാരെ അറിഞ്ഞില്ലേ പിടിയുടെ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രമുഖന്മാർ NDMA കേസിൽപ്പെട്ട് അറസ്റ്റിലായതറിഞ്ഞില്ലേ? രാവും പകലും GMന്റെ DYFI ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ 2 ദിവസങ്ങളിലായി നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് MDMA കടത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേരളത്തിനകത്തെ ഇടനിലക്കാരനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു കണ്ണിയെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് നടക്കുന്ന ലഹരി മാഫിയെ ഇല്ലാതാക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും DYFI എല്ലാ കാലത്തും പൂർണ്ണമായ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തെ യുവതയെ ബാധിക്കുന്ന ഈ അപകടകരമായ ഈ രീതിയെ ഏത് വില കൊടുത്തും ചെറുക്കണമെന്ന് തന്നെയാണ് DYFI ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ ആകമാനം തുഫാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിരൂപാധിക പിന്തുണയാണ് DYFI ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട KSRTCയിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. തോമസ് ഉണ്ണിയാടൻ MLA നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. മതിയായ ജീവനക്കാരില്ലാതെ പ്രതിസന്ധിയിലായ ഇരിങ്ങാലക്കുട KSRTCയിലെ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. KSRTC ഡിപ്പോയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും യോഗത്തിൽ ധാരണയായി. KSRTCയിൽ 2 സ്റ്റേഷൻ മാസ്റ്റർമാരെ നിയമിക്കാനും പുതിയതായി 2 സർവീസുകൾ ആരംഭിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സബ് ഡിപ്പോയായി ഉയർത്തിയതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. ഇരിങ്ങാലക്കുടയുടെ ഗതാഗത മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജനങ്ങൾക്ക് മികച്ച യാത്രാ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. KSRTC MD പ്രമോദ് ശങ്കർ, EDO പ്രദീപ് കുമാർ, STC പ്രിൻസിപ്പൽ ഉല്ലാസ് ബാബു, DTO സുനിൽ KJ, IC യേശുദാസ് KL എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള 16ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 16ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ 2026-27 വർഷത്തേക്കുള്ള 24,80,800 രൂപയുടെ പദ്ധതികൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB പവിത്രൻ അവതരിപ്പിച്ചു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൃന്ദ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ
നേതാക്കളായ അംബുജ രാജൻ, പ്രസീന സജയൻ, KA സുരേഷ് ബാബു, K രാജേഷ്, KU വിജയൻ, മണി സജയൻ, അജയൻ തറയിൽ, രജനി നന്ദകുമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PD നെൽസൺ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നിഖിൽ KK നന്ദിയും പറഞ്ഞു. ചലച്ചിത്ര താരങ്ങൾ പങ്കെടുക്കുന്ന അവാർഡ് ഷോ, മെഗാ മ്യൂസിക് ഷോ എന്നിവയോടെ ICL ഫിൻകോപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ICL ഒന്നിച്ചോണം പൊന്നോണം അയ്യങ്കാവ് മൈതാനിയിൽ വെച്ച് നടക്കും. പുലിക്കളി, കുമ്മാട്ടി, തെയ്യം, തിറ, തിരുവാതിരക്കളി, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഘോഷയാത്രയും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയ് പ്രകാശ്, BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. വലിയ നിലയിലുള്ള ഒരു സംഘാടക സമിതിയുടെ യോഗമാണ് നടക്കുന്നത്. സംഘാടക സമിതിയുടെ രൂപീകരണത്തിന് ശേഷം എത്രയോ ഊർജ്ജസ്വലമായിട്ടാണ് സംഘാടക സമിതി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ നടത്തപ്പെടുന്ന ഈ യോഗം എന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം ഇവിടെ പ്രിയപ്പെട്ട CMD സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്, ഈ സ്വാഗത സംഘം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നമുക്കെല്ലാവർക്കും മനസ്സിലായി, ഈ ഒന്നിച്ചോണം പൊന്നോണം കേരളത്തിലെ വലിയൊരു സംഭവമായി തന്നെ മാറും എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കാം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന അവാർഡ്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്ന മറ്റു ചടങ്ങുകളും വിപുലമായ ഘോഷയാത്രകളും മറ്റ് സാംസ്കാരിക കലാപരിപാടികളും ഒക്കെ തന്നെയും ഈ കാലപ്പുറക്കാർക്ക്, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സന്തോഷവും ആവേശവും. ICL ഫിൻകോർപ്പ് ഒന്നിച്ചോണം പൊന്നോണം എന്ന ആശയം ICL ഫിൻകോർപ്പിൻ്റെ ജീവനക്കാരുടെ ഇടയിൽ മാത്രം നിർത്തിപ്പോന്നിരുന്ന ഒന്നാണ്. അത് കുറച്ചുകൂടി നമ്മുടെ ജനപ്രതിനിധികളും മുനിസിപ്പൽ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇരിങ്ങാലക്കുടക്കാർക്ക് വേണ്ടി നടത്തിയത്. ചേലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് വികാരി ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പ്രസുതേന്തി വാഴ്ചയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും രൂപത ചാൻസലർ ഫാദർ കിരൺ കാട്ട്ല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഗസ്റ്റ് 15-നാണ് തിരുനാൾ. ദൈവം ഞങ്ങളങ്ങി ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരെ ബഹുമാനത്തിനുമായി ഉയർത്തുന്ന പതാക പിതാവിന് പുത്രന് പരിശുദ്ധ നാമത്തെ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങനെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തിടുവിൻ. ഹല്ലേലൂയകളെ കർത്താവിനെ വാഴ്ത്തിടുവിൻ. ഹല്ലേലൂയ.
സ്തുതി ഹല്ലേലൂയ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരണമടഞ്ഞു. എടതിരിഞ്ഞി സ്വദേശി നീലംകുറ്റി സത്യന്റെ മകൻ സനൽ ആണ് മരണമടഞ്ഞത്. 41 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ നടക്കും. കഴിഞ്ഞ ആഗസ്റ്റ് 11 രാത്രി ഇരിങ്ങാലക്കുട KC ലിമിറ്റഡിന്റെ കിഴക്ക് വശത്തു വെച്ചായിരുന്നു 2 ആക്ടിവ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സുബിത ഭാര്യയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.